13.7 സെൻറ്റ് സ്ഥലത്ത് 4500 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലാണ്. വലിയ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ്. മിനിമം ഒരു 8 വാഹനമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയ സ്പേസാണ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോണാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വലിയൊരു പാർക്കിംഗ് സ്പേസും ഒരു ലോൺ ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീടിൻ്റെ പുറകുവശത്താണ് നമ്മളുള്ളത്. ഇവിടെ ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയും ലഭ്യമാണ്. വലിയ ഒരു സിറ്റ് ഔട്ട് തന്നെ ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. തേക്കൂട്ടിലാണ് ഈ വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു പ്ലാന്റ് ബോക്സ് സജ്ജീകരിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഈ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ലിവിംഗ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത്. വീടിന് 2 കോർട്ട്യാർഡ് സ്പേസ് ലഭ്യമാണ്. ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു കോർട്ട്യാർഡ് ഒരുക്കിയിട്ടുണ്ട്. അതിന് ചേർന്ന് തന്നെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടറിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വലിയ വിശാലമായിട്ടുള്ള ഏരിയ, നല്ലൊരു മിററും അവിടെ നൽകിയിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു കിച്ചണാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതാണ് കിച്ചൺ. അവിടെ നമുക്ക് വർക്ക് ഏരിയയും അവൈലബിൾ ആയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്നത്. തേക്കൂട്ടിലാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വീട് പോലെ തന്നെ ഭംഗിയുള്ളതാണ് വീടിൻ്റെ ബാത്റൂം. പുറത്തുനിന്ന് നമുക്കൊരു ഓഫീസ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് ചേർന്നിട്ടാണ് നമുക്ക് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്ന വുഡിലാണ്. ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റീലും വുഡും ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിൻ്റെ നിർമ്മാണം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. സ്റ്റെപ്പ് കയറി പകുതിയാകുമ്പോൾ നമുക്കിവിടെ ഒരു ലാൻഡിങ് ഏരിയ സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ വലിയൊരു വിൻഡോ കൊടുത്തിട്ട് നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നൽകിയിരിക്കുന്നു. ഈ സ്റ്റെപ്പ് കയറി നേരെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക്. ഇതാണ് അപ്പർ ലിവിംഗ് സ്പേസ്. വളരെ മനോഹരമായിട്ടാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാൽക്കണി സ്പേസിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്